തരുന്നൊരു ബോധ്യം, അല്പ ദിവസത്തിനകത്ത്, അല്പമാസത്തിനകത്ത് ചില വാഗ്ദത്തങ്ങളുടെ ചുരുളഴിയാൻ പോവാ. നീ വിചാരിക്കാത്ത മേഖലയിൽ, പ്രതീക്ഷിക്കാത്ത മേഖലയിൽ, കണ്ണുനീരൊഴുക്കുന്ന മേഖലയിൽ നിന്റെ വാഗ്ദത്ത നിവർത്തി കൺമുമ്പിൽ വെളിപ്പെടുവാൻ. 2 Peter chapter 3 verse 9. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കാലയളവിൽ ക്രിസ്തുവിനോടുകൂടെ സംഗത സഹചാരിയായി നടന്ന പത്രോസ് അപ്പോസ്തലൻ വെളിപ്പാടുകളുടെ കലവറയ്ക്കകത്ത് കയറി നിന്നുകൊണ്ട് പൊന്തിയാസ്, ഗലാത്യ, കപ്പദോക്കിയ, ആസിയ, മിഥുന എന്നിവിടങ്ങളിൽ ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക് ലേഖനം എഴുതിയ കൂട്ടത്തിൽ പരിശുദ്ധാത്മ പൂർണ്ണനായി കർത്താവിൻ്റെ വരവെന്ന വാഗ്ദത്ത വിഷയത്തെക്കുറിച്ച് അപ്പോസ്തലൻ ഇവിടെ വിവരിക്കുകയാണ്. 3 ആശയങ്ങൾ ഈ വാക്യത്തിനകത്തുണ്ട്. ഒന്നാമത്തെ ആശയം, ദൈവത്തിന് സ്തോത്രം, ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യമാണ് പറയാൻ പോകുന്നത്, എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം, കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറ, വാഗ്ദത്ത നിവർത്തിക്ക് കാലതാമസമില്ല. ഞാൻ ഇച്ചിരുടെ ഗഹനമായ ഈ ചിന്തകളിലേക്ക് വരാം. അപ്പം സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിക്കണമേ, കർത്താവ് പെട്ടെന്ന് കർത്താവിക്ക് വന്നാൽ കൊള്ളായിരുന്നെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? അവരൊന്ന് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പം തന്നെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? കുറച്ച് പേരുടെ ഇനിയും മാനസാന്തരപ്പെടാനുണ്ട്, അത് പെട്ടെന്ന് നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനും നിങ്ങളും രക്ഷിക്കപ്പെട്ടത് കൊണ്ട് കർത്താവ് വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു ആഗ്രഹമാണെങ്കിലും വചനത്തിൽ കൂടെ വെളിപ്പെടുത്തുകയാണ്, കർത്താവിൻ്റെ വരവ് അല്പം കൂടെ ലേറ്റായത് കുറച്ച് പേരുടെ മാനസാന്തരപ്പെടാനാണ്. ഞാൻ 30 വർഷമായുള്ള കർത്താവിനെ കണ്ടിട്ട് 30 വർഷം മുമ്പ് കർത്താവ് വന്നായിരുന്നാൽ ഞാൻ നരകത്തിൽ പോയേനെ. പക്ഷെ ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ സ്വർഗത്തിൽ പോകും. നിങ്ങൾ ഓരോരുത്തരും പോകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം ഇന്ന് സ്വന്തം കഴിഞ്ഞ മാസം രക്ഷിക്കപ്പെട്ടവർ, കഴിഞ്ഞ ദിവസം സ്നാനപ്പെട്ടവരുണ്ട്, കഴിഞ്ഞ ദിവസം അഭിഷേകം പ്രാപിച്ചവരുണ്ട്, കഴിഞ്ഞ ദിവസം ദൈവത്തിൽ വന്നവരുണ്ട്. അവർക്കിവിടെ ഒരവസരം കൂടെ കർത്താവ് തരിക. ആരൊക്കെയോ ഇനിയും രക്ഷിക്കപ്പെടാനുണ്ട്. അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എത്ര പേർക്ക് അതിന് ആമയും പറയാൻ പറ്റും? അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുകയാണ് എല്ലാവരും മാനസാന്തരപ്പെടണം. യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാന്റെ പ്രസംഗം കേട്ടോണേ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേട്ടോ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിനുണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ നല്ല മലയാളം മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക എന്ന് അർത്ഥമാക്കുകയാണ്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധയോ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുള്ള ഒരു ഭാഗത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധകളെ ഞാൻ കൊണ്ടുവരുന്നത്. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഒരു യോഗത്തിൽ പോയി ഒരു സുവിശേഷകൻ സുവിശേഷ പ്രസംഗം നടത്തിയപ്പോൾ ഒരാൾ കൈ ഉയർത്തി കാണിച്ചു, അപ്പോൾ രക്ഷിക്കപ്പെട്ടു. സ്തോത്രം. അടുത്തത് പ്രസംഗത്തിനിടയിൽ പറഞ്ഞു സ്നാനം ദൈവകൽപ്പനയാണ്, അത് പറയുമ്പോൾ കൈ ഉയർത്തിപ്പിടിച്ചു. അത് കഴിഞ്ഞ് അടുത്ത യോഗം കഴിഞ്ഞപ്പോൾ വചനം പറഞ്ഞു കൊടുത്ത് അവനെ സ്നാനപ്പെടുത്തി. ഇതേ നമുക്കറിയത്തുള്ളൂ. എന്നാൽ സ്വർഗമണ്ഡലങ്ങളിൽ നടക്കുന്ന ഒരു കാര്യം അറിയാമോ? മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി ദൂതന്മാരുടെ ഇടയിൽ സ്വർഗത്തിൽ വലിയ സന്തോഷം ഉണ്ടാവുമെന്നാണ്. നിങ്ങൾ ഒരു വാക്യം വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ചിന്ത തുടങ്ങാം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ? അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. ഇതാര് പഠിപ്പിക്കുക? കർത്താവ് പഠിപ്പിക്കുക. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ എന്തോ ഉണ്ടാകും? സന്തോഷം ഉണ്ടാവും. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. ഒരാളെ നിങ്ങൾ യോഗത്തിന് വിളിച്ചോണ്ട് വന്നാൽ, ഒരാളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ട് കയറ്റിയാൽ, ആ വ്യക്തി മാനസാന്തരപ്പെട്ടാൽ ദൂതന്മാരുടെ ഇടയിൽ ആ മാനസാന്തരപ്പെടുന്ന ആളെക്കുറിച്ച് വലിയ സന്തോഷം ഉണ്ടാകുമെന്ന ബൈബിൾ വെളിപ്പെടുത്തുന്നു.
യേശുക്രിസ്തു അവിടെ മനസ്സിലാകുന്ന രൂപം പറയാം. ഒരു മനുഷ്യന് 100 ആട് ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരാട് നഷ്ടമായി പോയാൽ അവിടെ വായിക്കുന്നു 99 ആടിനെ വിട്ടിട്ട് ഒരാടിനെ തേടി വരിക. അപ്പം ഞാനൊരു സന്ദേശം പറഞ്ഞു തുടങ്ങുക, നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇടയന് ഭയങ്കര വിചാര. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. അപ്പം നഷ്ടപ്പെട്ട 91 തേടി ആ ഇടയൻ ചെല്ലുകയാണ്. എന്തിനാണെന്നറിയാമോ? ആർക്കും അഴിക്കാൻ വയ്യാത്ത കുരുക്കുകളെ അഴിച്ച്. നിങ്ങൾക്കറിയാമോ, ഈ ആട് രാവിലെ ഇടയൻ കൂടിൻ്റെ വാതിൽ തുറന്ന് 1, 2, 3 എണ്ണിയതാ. 100 ആടുകളെ പറഞ്ഞു വിട്ടു. ആട് കാടുകളെല്ലാം മേഞ്ഞിട്ട് തിരിച്ചു വരുമ്പം ഇടയൻ എണ്ണുക 1, 2 എണ്ണം 99 നിന്നുപോയി. ഒരാടിനെ കാണാനില്ല. അവിടെ നിങ്ങൾക്കറിയാമോ കർത്താവിൻ്റെ വിവരണം? ആ ആടിനെ തേടി ഇടയൻ വരിക. ഒരു കാലത്ത് നീയും ഞാനും കാണാതെ പോയ ആടായിരുന്നു. നിന്നെ തിരക്ക് നീ അങ്ങോട്ട് ചെന്നതല്ല, നിന്നെ തേടി ഇടയൻ ഇങ്ങോട്ട് വന്നു. ആർക്കും അഴിക്കാൻ വയ്യാത്ത വള്ളി പടർപ്പുകളെ അഴിച്ച് ആ ഇടയൻ നിന്നെ വിടുവിച്ചെടുത്തെങ്കിൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ചിലരോട് ഞാൻ പറയാം, നിന്റെ മാനസാന്തരത്തിൽ ഒതുങ്ങരുത്. നീ നിമിത്തം അനേകർ മാനസാന്തരപ്പെടണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓടിച്ചൊക്കെ പോകുമ്പോൾ നല്ല വീട് കാണുമ്പം, നല്ല വ്യക്തികളെ കാണുമ്പോൾ, നടന്നു പോകുന്ന ഒരാൾ കാണുമ്പോൾ കർത്താവ് ഇവൻ രക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഒരിക്കലും ഒരു കാർ പോർച്ച് ഒരു സ്ഥലത്ത് വണ്ടി ബ്ലോക്കായി നിന്നപ്പം ഞാൻ സ്തോത്രം, ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ച്, കർത്താവേ ഹല്ലേലൂയ, ഈ കുടുംബം രക്ഷിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്നും തിരുവല്ലായിലോട്ട് പോകുമ്പം ഒരു കുടുംബം തിരുവല്ലായിൽ നിന്ന് ഒരു ബൈബിളും പിടിച്ച് ഹല്ലേലൂയ അവിടെ അടുത്തോട്ടൊരു സ്ഥലത്ത് ഒരു പള്ളിയിലോട്ട് പോകാനായിട്ട് രാവിലെ 6 മണിക്ക് നടന്നു വരും. ഞാൻ എന്നും അവരെ കാണുമ്പോൾ കൈ ഉയർത്തും, കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ അവർ രക്ഷിക്കപ്പെടട്ടെ. അങ്ങോട്ട് ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. സ്ഥിരമായിട്ട് ഹല്ലേലൂയ നമ്മൾ ചായ കുടിക്കുന്ന ഒരു സ്ഥലത്ത് ചെല്ലുമ്പം ഒരു പഴയ ക്രൈസ്തവ അച്ഛൻ ഞങ്ങൾ അവിടെ ഇപ്പുറത്ത് ചായക്ക് പോകുമ്പം അപ്പുറത്ത് നിന്ന് സിഗരറ്റ് വലിക്കും. ഞാൻ എന്നും കൈ ഓർത്ത് യേശുവിൻ്റെ നാമത്തിൽ ഇവൻ കുറച്ച് ദിവസം കൊണ്ട് കാണുന്നില്ല, രക്ഷിക്കപ്പെട്ടാണോ എന്നറിയത്തില്ല. ഹല്ലേലൂയ. ചോദിക്കാനും പറ്റത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പോൾ ഇവിടെ എന്താ ഒരു ദൈവവൈതൻ്റെ ആഗ്രഹമായിരിക്കണം എല്ലാവരും മാനസാന്തരപ്പെടണം. എന്തുവാ മനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരാൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മണവാളനുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. യേശുക്രിസ്തു 3 കാര്യങ്ങൾ ബൈബിളിൻ്റെ ഉപമകൾക്കകത്തുണ്ട്. ഒന്ന്, സ്തോത്രം, ഒരാൾ യേശുവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവവൈതലാകുമ്പം അവൻ മണവാട്ടിയാകുന്നു, അവനൊരു മണവാളനുണ്ട്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന് സ്തോത്രം, ഒരുവൻ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൃപ വന്നു കഴിയുമ്പോൾ അവൻ ഇടയൻ്റെ കയ്യിലെ ഒരാടായി മാറുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്നിവിടെ വചനം കേൾക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, നിനക്ക് കഴിവില്ലാത്ത ഒരാടാണെങ്കിലും നിനക്കൊരു ഇടയനുണ്ട്. നീ ഒരു മണവാട്ടിയാണ്, നിനക്ക് എന്തോ ഉണ്ട് എന്ന് അടുത്തിരിക്കുന്ന കൈവെടുത്ത് പറയാം, എനിക്കൊരു മണവാളനുണ്ടെന്നൊക്കെ പറ. ഒരു ചോദ്യമേ, കർത്താവിൻ്റെ ദാസി പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, പൗലോസ് കൊരിന്തിലെ സഭയെ പഠിപ്പിക്കുക, ക്രിസ്തു എന്ന ഏക പുരുഷന് നിന്നെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയമേ നടന്നുള്ളൂ, കല്യാണം നടന്നില്ല. നിശ്ചയത്തിനും കല്യാണത്തിനും ഇടയിലൊരു ചതിവ് ഉണ്ടെന്ന് പൗലോസ് വെളിപ്പെടുത്തുക. ആരാ? സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിന്റെ മനസ്സ് ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട്, അപ്പൊ ഏകാഗ്രത കളയുന്നൊരു സ്പിരിറ്റുണ്ട്. ചർച്ചിൽ മെമ്പർഷിപ്പ് കാണും, യോഗത്തിന് വന്ന് കൈയടിക്കുന്നുണ്ട്, റോബർട്ട് അടിക്കുന്നുണ്ട്. സ്തോത്രം. ഈ നമ്മുടെ സൗണ്ട് വരുന്ന റജി ബ്രദർ എന്ത് നല്ലതായിട്ടാ സൗണ്ട് തരുന്നേ. പുള്ളി സൗണ്ട് കൊടുത്ത ലാലും കനസും കൂടെ എന്നാ പാട്ടാ പാടുന്നേ. പാടി കഴിയുമ്പോൾ നോക്കിയ ഇവിടെ ആ മോൻസിയാന്ന കീബോർഡ് എന്നൊരു ഋതമൊക്കെ ഇവിടെ എന്നെ ബഹളമായിരുന്നു. അവിടെ ഡ്രം സെറ്റ് ഇവരെല്ലാം കൂടെ ഇത് കൊഴിപ്പിച്ചപ്പോൾ ആ താളത്തിന് നീയും അടിച്ചാ ഒക്കത്തില്ല. ഈ ആരാധന മണവാളനോടുള്ള ബന്ധമാ. മനസ്സിലായവരെ ദൈവത്തെ സ്തുതിക്കാവൂ. ഈ വിവാഹം നടന്നോ? ഇല്ല. പക്ഷെ എന്തോ നടന്നു? നിശ്ചയം. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, നിശ്ചയം നടന്നാന്നൊന്ന് ചോദിച്ചു. നമ്മുടെയൊക്കെ നാട്ടിലെ ഈ നമ്മൾ കല്യാണം നടക്കൊണ്ടിട്ടില്ലയോ, തിങ്കളാഴ്ച ഉറച്ച് അടുത്ത തിങ്കളാഴ്ച കല്യാണം അല്ലേ? ഈ പണ്ട് അങ്ങനല്ലായിരുന്നു. അപ്പൻ പെണ്ണ് കാണും, മോൻ കെട്ടും. ഓർക്കുന്നില്ലയോ? നാളെ ഒരു മോൻ്റെ കല്യാണത്തിനൊക്കെ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് ചെന്ന സമയത്ത്, സ്തോത്രം,
അവിടുത്തെ ആൻറ്റി പറയുക, എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പനാ എന്നെ വന്ന് കണ്ടേ. ചെറുക്കനെ ഞാൻ കാണുന്നത് കെട്ടാൻ വരുമ്പോഴാണ്. ഇപ്പം അതൊന്നും നടക്കുകയില്ല. എന്നാൽ പണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പെങ്ങന്മാരെയൊക്കെ കളിയാക്കുന്നൊരു കാര്യമുണ്ട്. തിങ്കളാഴ്ച കുറച്ച് അടുത്ത തിങ്കളാഴ്ച കല്യാണം ആകുമ്പം സ്തോത്രം പെങ്ങന്മാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്. 8 ദിവസം കൊണ്ട് 8 കല്ല് വിറക്കി വെക്കും. തിങ്കളാഴ്ച പോയിട്ട് 1 കല്ല് മുറ്റത്ത് കളയും. കളിയാക്കുന്ന കേട്ടോ. ചൊവ്വാഴ്ച പിന്നെയും കല്ലുകൾ. അതിൻ്റെ കാര്യം എന്നാ? മണവാട്ടിക്ക് എങ്ങനെയാലും ആരുടെ അടുക്ക പോണം? മണവാളൻ്റെ അടുക്ക പോണം. ഒരു നല്ല ഹല്ലേലൂയ പറ. ഞാനിന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ഈ ലോകം ചപ്പെന്നും ചവറെന്നും എണ്ണണമെങ്കിൽ നിനക്കൊരു മണവാളൻ ഉണ്ടാകണം, അല്ലാതെ എണ്ണാൻ പറ്റുകയില്ല. ഇനി ഒരു ചോദ്യേ, മണവാട്ടിയുടെ കാര്യം മണവാളൻ നോക്കിക്കോളും. നോക്കുവോ? പറ അല്ലേ? ഇപ്പൊ കല്യാണം ഉറപ്പിച്ചു. നല്ല കല്യാണമാണ് ഞാൻ പറയാൻ പോന്നെ. മുട പിടിച്ചൊക്കെ ഉണ്ട്, അത് പിന്നെ പറയാം. നല്ല കല്യാണം പറയാം. ഒരു പെണ്ണ് കല്യാണം ഉറപ്പിച്ചാൽ അന്നേരം മുതൽ ഫേസ്ബുക്കിലുള്ള മൊത്തം ചെറുക്കന്മാരും ഒന്നും അവിടെ ഭർത്താവല്ല. ആണോ? അല്ല. അവിടെ ഭർത്താവ് ഒരാളെ ഉള്ളൂ. ആ മണവാളിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ഇച്ചിരി അതൊന്ന് മനസ്സിലാക്കി തരാം. വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മണവാട്ടി മണവാളന് ഒരു ഗുഡ് മോർണിംഗ് അടിക്കണം. അടിക്കുമോ? മെസ്സേജ് അയക്കുമോ? അയക്കണ്ടേ? ഇങ്ങോട്ട് ശ്രദ്ധിക്കേ. മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ പറ, അയക്കണ്ടേ? രാത്രി ഉറങ്ങുമ്പം ഗുഡ് നൈറ്റ് അടിക്കണം. വേണോ? എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു ചോദ്യമുണ്ട്, കാപ്പി കുടിച്ചോ? ചോദിക്കോ? ഇങ്ങോട്ട് എന്നെ നോക്കാം. ഞാൻ വലിയൊരു കാര്യത്തിലോട്ടാ വരാന്ന്. 9 മണിയപ്പോ ഒരു മെസ്സേജ്, ഇന്ന് ഒരു വാച്ച് വാങ്ങിക്കാൻ കട വരെ പോകുന്നുണ്ട്. മമ്മിയും കൂട്ടിയാ പോകുന്നേ. 10 മണിക്ക് പോവും. കാറേലാ പോന്നേ. തിരിച്ച് 12:30 വരും. ശരിയാണോ? വന്നു കഴിയുമ്പോ വാച്ചിന്റെ ഫോട്ടോ, വാച്ചിന്റെ ബില്ല്. നിങ്ങൾ എന്നെ നോക്ക്. വാച്ചിന്റെ ഫോട്ടോ, വാച്ചിന്റെ ബില്ല്. ഒന്ന് പറഞ്ഞു പോലും വേറെ ഉണ്ട്. ഇതിന്റെ എല്ലാം ഫോട്ടോ എടുത്ത് ആർക്കിടും? ഭർത്താവിനിടും. എങ്ങനെയുണ്ട്? ചേരുവോ? ശ്രദ്ധിക്കണം. ഇനി ഒരു കാര്യം, മണവാട്ടി എല്ലാ കാര്യവും ആരോട് പറയണം? ശ്രദ്ധിക്കണം. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടോ? മണവാട്ടി ആയാ പറയണം. ഒരു ചോദ്യം, മണവാളൻ അമേരിക്കയിൽ നിന്നാ വരുന്നെങ്കിൽ മണവാട്ടി രാവിലെ മെസ്സേജ് അയക്കണോ? കല്യാണം കഴിയുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകണം എന്നെ പറയണോ? പറ. മണവാളന്റെ ആവശ്യമാ മണവാട്ടിയെ കൊണ്ടുപോകണ്ടേ? ആണോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ പിന്നെ ഈ ടെൻഷൻ എന്തിനാന്ന് വരും? പിന്നെ എന്തിനാ ഈ ടെൻഷൻ? നിന്റെ മണവാളൻ റിച്ചാ. ആമീൻ പറയാൻ പറ്റുമോ? നിന്റെ മണവാളൻ നിന്റെ ആവശ്യം അറിയുന്നുണ്ട്. നിന്നെ രാജകീയമായി പോറ്റാൻ ആ മണവാളൻ അറിയാം. ധൈര്യമുള്ളവരെ ഇന്ന് സ്വോത്രമൊക്കെ പറയാമോ? അല്ല ചുമ്മാ ഒരു യോഗത്തിന് പോയപ്പോ മാനസാന്തരപ്പെടാൻ കൈപൊക്കി പിടിച്ചൊന്നും അല്ല. ഒരു മണവാളനുമായിട്ട് ഉടമ്പടിയിൽ കയറിയതാ. പൗലോസ് പറയുക, നിന്റെ ഉടമ്പടിയും വിവാഹത്തിനും ഇടയ്ക്ക് ഒരു ചതി കിടപ്പുണ്ട്. ഏത് ചതിയാ? നിന്റെ ഹൃദയം, മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത കളയിക്കുന്ന ഒരു സ്പിരിറ്റ്. എന്നോട് ദൈവാത്മാ പറയുക, നിന്റെ കോൺസെൻട്രേഷനെ കളയുന്ന ആ സ്പിരിറ്റ് ഇന്നത്തെ ആരാധനയിൽ ബ്രേക്ക് ആകണം. എത്ര റെഡിയാന്ന് എനിക്കറിയത്തില്ല. പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ആരാധിക്കാൻ ഇരിക്കുന്നു, ആരാധിക്കാൻ പറ്റുന്നില്ല. വാക്തത്വമുണ്ട്, മുന്നേറാൻ പറ്റുന്നില്ല. ഏതോ ഒരു സ്പിരിറ്റ് നിന്റെ ഏകാഗ്രതയെ നശിപ്പിക്കുക. ഇന്ന് ദൈവാത്മാവ് പറയുന്നു, ആ സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു അഭിഷേകം. ഓ ഹല്ലേലൂയ.
ഇങ്ങോട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. ചില സമയത്ത് ഹൃദയം ശൂന്യമാകാറുണ്ട്. ബ്രദറെ എന്നാ പറ്റിയെന്ന് പ്രാർത്ഥനയ്ക്ക് പറഞ്ഞു, ഒരു സന്തോഷമില്ല. അതെന്നാ? മണവാളനുമായിട്ടുള്ള ആ ഏകാഗ്ര ഹൃദയം നഷ്ടപ്പെട്ട ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾക്കറിയോ, വേദപുസ്തക ചരിത്രത്തിൽ ദൈവജ്ഞാനം കൊണ്ട് നിറച്ച് ഒറ്റ മനുഷ്യനെ ഉള്ളൂ ഒന്നാമത് പറയാൻ, ശലോമോൻ നമ്മുടെ പേര്. അവൻ എഴുതിയ സദൃശ്യവാക്യം വായിച്ച തുള്ളിച്ചാടും. ആ ശലോമോൻ എങ്ങനെ വശീകരിക്കപ്പെട്ടു? ബൈബിളിൽ ഒറ്റ തെളിവേ പറയുന്നുള്ളൂ. അവന്റെ അപ്പനായ ദാവീദിനെ പോലെ അവന്റെ ഹൃദയം യഹോവയുടെ സന്നിധിയിൽ ഏകാഗ്രമല്ലായിരുന്നു. ഏകാഗ്രത നഷ്ടപ്പെട്ടാൽ ഭയങ്കര അപകടം. മിണ്ടുന്നില്ല. ചർച്ചിൽ വരുന്നത് ഫാഷൻ ഷോ കാണിക്കാനല്ല, മണവാളനുമായിട്ടുള്ള ബന്ധമാണ്. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാണ്. അവിടെ വസ്ത്രം പൊൻകശ കൊണ്ടുള്ളത് ആണോ? ഒരാമീൻ പറഞ്ഞാട്ട്. അല്ലയോ കുമാരി, കേൾക്ക, നോക്ക, ചെവിചായിക്ക, സ്വജനത്തെയും പിതൃഭവനത്തെ മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അന്തഃപുരത്തിലെ രാജകുമാരി അതാരാ? സഭ ഒരുങ്ങിയിരിക്കണം. സഭയ്ക്ക് എന്ത് വേണം? മണവാളന്റെ വരവ് നോക്കിയ മണവാട്ടി. ഈ കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നതേ, എന്നെ നോക്കണം, കല്യാണത്തിന് ഒരുങ്ങുന്നതേ കവലപ്പാൻ ഒരുങ്ങുന്നല്ലാന്നോ? പറ. കല്യാണ സാരി എല്ലാത്തൊന്നും എടുക്കുവോ? എല്ലായിടത്തൊന്നും എടുക്കുവോ? ഇല്ല. കല്യാണ സാരിയുടെ ബ്ലൗസ് എല്ലാവരെയും കൊണ്ട് തയ്പ്പിക്കുവോ? എന്നോട് സഹകരിക്കണം. ഒരു കല്യാണത്തിന് വാടുന്ന 4 പൂവിൻ്റെ മാല ഇടുന്ന കല്യാണമാണ് ഞാൻ പറയുന്നത്. വാടാത്ത പൂവിൻ്റെ കല്യാണമാണ് പറയാൻ പോകുന്നത്. മിണ്ടുന്നില്ല. ഈ കല്യാണത്തിന് ഇത്ര ഒരുക്കമാണെങ്കിൽ ആ കല്യാണത്തിന് എത്ര വലിയ ഒരുക്കം വേണം? തൻ്റെ കാന്ത, വെളിപ്പാട് പുസ്തകം തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. നിന്നെ ഒരുക്കുന്നതാ സഭ. ഒരാമീൻ വരുന്നില്ല. മത്തായി സുവിശേഷം 25-ാം അധ്യായം സ്വർഗരാജ്യത്ത് ഉപമ പറയുമ്പോൾ എഴുതിയിട്ടുണ്ട്, ഒരുങ്ങി നിന്നവർ അവനോട് കൂടെ മണവറയിൽ പ്രവേശിച്ചു. മണവാളന്റെ കൂടെ മണവറയിൽ കയറണമെങ്കിൽ മണവാട്ടി ഒരുങ്ങിയിരിക്കണം. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് സൗദി അറേബ്യന്ന് വേലയ്ക്ക് വിളിയുണ്ടായിട്ട് 4 അച്ചായന്മാർ എൻ്റെ കൂടെ പഠിക്കാൻ വന്നു. എന്തുകൊണ്ടായിട്ടാ? സൗദി ഇരുന്നപ്പം എല്ലാരും പ്രവചിച്ചു നിനക്ക് വേലയുണ്ട്. ബൈബിൾ കോളേജിൽ പഠിക്കാൻ വന്ന് 4-ാം മാസം ഒരാൾ പറഞ്ഞു, കമ്പനി എന്നെ സമ്മതിക്കുന്നില്ല, തിരിച്ചല്ല, ഒന്നുമല്ല, 4 മാസം ശമ്പളം ഇല്ല, ഞാൻ ഇടപാട് തീർന്നു പുള്ളിയുടെ. വേല കുഴപ്പമില്ലെന്നല്ലയോ പറഞ്ഞ, ഇറങ്ങി നോക്ക്, ഞാൻ വിളിക്കുവാ, വരാവോ? ഞാൻ ഒരിക്കല് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ തൃശ്ശൂർക്ക് ഒരു കൺവെൻഷന് പോവാ. ഇപ്പൊ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു മെഡിക്കൽ റെപ്പ് നല്ല ടൈയൊക്കെ ഇട്ട് എൻ്റെ അടുക്കൽ വന്ന് എന്നെ വേണം ഹായ് പറയും. ഞാൻ പറഞ്ഞു ഹായ്. പുള്ളി എന്നോട് ചോദിച്ചു, എവിടാ ജോലി? ഞാൻ പറഞ്ഞു, ഒരു വലിയ കമ്പനിയിലാ. അടുത്ത പുള്ളി ചോദിക്കുക, വേക്കൻസി ഉണ്ടോ? വേക്കൻസിയേ ഉള്ളൂ. നിങ്ങളുടെ കമ്പനിയിൽ എത്ര സ്റ്റാഫ് കാണും? ഞാൻ പറഞ്ഞു, ഇപ്പം
എൻ്റെ സെയിം തസ്തികയിൽ 1,00,000 കൂടുതലുണ്ട്. അയ്യോ, ശമ്പളം എന്തോ ഉണ്ട്. ഞാൻ പറഞ്ഞു അത് കേട്ടാ നീ തല കറങ്ങി വീഴും. അതുകൊണ്ട് ശമ്പളം പറയുന്നില്ല. പുള്ളി ചോദിച്ചു എവിടാ? ഹെഡ് ഓഫീസ്. ഞാൻ പറഞ്ഞു ഫോർ ഹെവൻ. പുള്ളി ചോദിച്ചു പാസ്റ്ററല്ലേ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. എടാ, ഇത് മഹാരാജാവിന്റെ വേലയാ. മണവാളനും മണവാട്ടിയെ ഒരുക്കുന്ന വേലയാ. തൻ്റെ ഉണ്ടേലേ ഈ വേലയ്ക്ക് ഇറങ്ങാവൂ. കുറച്ച് ചതിയന്മാർ പാമ്പിന്റെ ദേഹത്ത് സാത്താൻ കയറിയ പോലെ നിന്നെ ചതിക്കാൻ നടക്കുന്നുണ്ട്. ഉഭയസമ്മതത്തിൽ നിന്ന് മാറരുത്. വിഭാഗം ഉടനെ ഉണ്ട്. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. ഇനിയും ഗൗരവമായിട്ട് പറയാം. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഇനി അതുപോയി ആ വഴി കൂടെ പോകണ്ട. എല്ലാവരും എന്ത് ചെയ്യണം? സ്തോത്രം. ഒരിക്കപ്പെട്ടാ മതിയോ? രക്ഷിക്കപ്പെടുന്നത് ഒരിക്കല. എന്നാൽ കർത്താവിന്റെ വരവ് വരെയും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. കർത്താവിന്റെ വരവിൽ യഥാർത്ഥമായിട്ട് രക്ഷപ്പെടും. ഒരാമയും വരുന്നില്ല. ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരു സന്ദേശം നിങ്ങൾക്ക് ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് വാഗ്ദത്തം എന്ന വിഷയത്തിലേക്ക് വരാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. എഫെസോസിലെ സഭയോട് പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടുക. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. നീ ഏതിൽ നിന്ന് ഈ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന യേശുവിനോടുള്ളൊരു സ്നേഹം ഉണ്ടല്ലോ. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ യേശുവിനോടുള്ള എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഇച്ചിരി നേരം കിട്ടിയാൽ ഓടിച്ചെന്ന് മുട്ടുകുത്തി എൻ്റെ അടക്കം കാര്യമാണ് പറയാൻ പോകുന്നത്. ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ച കാലഘട്ടത്തിലാണ്. ഞങ്ങൾ 45 സ്റ്റുഡൻ്റ് ആ ഒരു സ്ഥലത്ത് പഠിച്ചു, ഒരു ക്ലാസ്സിൽ പഠിച്ചു. ശരിക്കും ആ ബാച്ച് ഒരു ഭയങ്കര നല്ല ബാച്ചായിരുന്നു. മിക്കവാറും എല്ലാവരും 40ഓളം പേര് ശുശ്രൂഷയെ തന്നെയാണ്. ശ്രദ്ധിക്കണം. ഉച്ചയ്ക്ക് 1 മണിക്കൂറാണ് ബ്രേക്ക് ടൈം. 10 മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് 50 മിനിറ്റ് ഡോർമെട്രി പ്രാർത്ഥിക്കാൻ പോകും. ഇച്ചിരി നേരം അത് ആദ്യം ഉണ്ടാകുന്ന ഒരു സ്നേഹം. ചോദ്യേ, ആദ്യത്തെ സ്നേഹം ഇപ്പോഴുണ്ടോ? ഇടുന്നില്ല. അസുഖമൊന്നുമില്ലെങ്കിൽ ഇന്ന് യോഗത്തിന് വരാം. അത് സ്നേഹത്തിന്റെ ലക്ഷണമാണോ? വണ്ടിക്കൂലി ഇല്ല, അതുകൊണ്ട് ഈ ആഴ്ച പോകുന്നില്ല. കടം വാങ്ങിച്ച് യോഗത്തിന് വരുന്നതാ യഥാർത്ഥ സ്നേഹം. മിണ്ടുന്നില്ല. രോഗിയാണേലും യേശു എന്നെ സൗഖ്യമാക്കുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ വരണം. ശ്രദ്ധിക്കണം. ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്കും ഈ വചനത്തിലെ ഒരു വാഗ്ദത്തവും നിറവേറത്തില്ല.
അടുത്തിരിക്കുന്ന കൈ കൊടുത്ത ചോര ചൊവ്വെ മാനസാന്തരപ്പെടണമെന്ന് പറ. അത്രയും പറഞ്ഞ് അവിടെ വിടുക. ഇനി മാനസാന്തരം പറയാൻ സമയമില്ല, കാരണം വാക്തത്വം പ്രസംഗിക്കാൻ പോകും. ചൊവ്വേ വാ മാനസാന്തരപ്പെടണം. നമ്മുടെ ഒരു മീറ്റിങ്ങില് ഒരു അങ്കിളും ആൻറ്റിയും പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് ആ അങ്കിള് പറഞ്ഞു, എൻ്റെ ഭാര്യയുടെ വാ മാനസാന്തരപ്പെടാൻ പാസ്റ്റർ പ്രാർത്ഥിക്കണം. അവരോട് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പുള്ളി പറഞ്ഞായിരുന്നു, അച്ഛാ പാസ്റ്റർ പ്രസംഗിക്കുന്ന കൂടി ഇതുകൂടെ ഒന്ന് പറഞ്ഞേക്കണേ. അതിപ്പോഴാണ് ഓർത്തത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുവാ? എന്നോ ഭയങ്കര സ്നേഹ, പക്ഷെ ദേഷ്യം വന്ന ചീത്ത വിളിച്ചു പറയും. ദേഷ്യം വന്ന അപ്പൊ ചീത്ത വിളിക്കുന്നവരെല്ലാം എന്ത് ചെയ്യണം? ഇവിടെ ആരുമില്ല, വല്ലോരും ഉണ്ട്, നിന്നോട് തന്നെയാ. പണ്ടൊരാളെ സ്നാനപ്പെടുത്താൻ അറിയുമ്പോൾ കൈ വെള്ളത്തിൽ പൊക്കി പിടിച്ചെന്നാ കഥയാ. എന്നെ പറഞ്ഞു, ഒരുത്തൻ ഒരെണ്ണം കൊടുക്കാനുണ്ട്, അതോടെ കൊടുത്തിട്ട്. അപ്പൊ ഞാൻ ഇനി പറയുന്നില്ല, നിങ്ങളുടെ മനസ്സിൽ എവിടൊക്കെ മാനസാന്തരം വേണമെന്ന് തോന്നിയോ അവിടെ എല്ലാം എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അത്രയും പറഞ്ഞ് അവിടെ വിടുക. അടുത്ത ദൂതിലേക്ക് വരിക. സ്തോത്രം. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ധ്യാനം തുടങ്ങുക. എനിക്ക് കർത്താവ് തന്നൊരു ബോധ്യം നിങ്ങളോട് പറയാം. ജീസസ് നിന്നോടും എന്നോടും ദൈവം പറഞ്ഞ 100 കണക്കിന് വാഗ്ദത്തങ്ങളുണ്ട്. ആത്മാവ് എനിക്ക് ബോധ്യമാക്കുക, അത് നിവർത്തിക്കാൻ ഇനിയും കാലതാമസമില്ല. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ട്. എനിക്ക് ദൈവം തരുന്നൊരു ബോധ്യം, അല്പ ദിവസത്തിനകത്ത്, അല്പമാസത്തിനകത്ത് ചില വാഗ്ദത്തങ്ങളുടെ ചുരുളഴിയാൻ പോവാ. നീ വിചാരിക്കാത്ത മേഖലയിൽ, പ്രതീക്ഷിക്കാത്ത മേഖലയിൽ, കണ്ണുനീരൊഴുക്കുന്ന മേഖലയിൽ നിന്റെ വാഗ്ദത്ത നിവർത്തി കൺമുമ്പിൽ വെളിപ്പെടുവാൻ കഴിഞ്ഞ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ജനത്തോട് പറ, വാഗ്ദത്തങ്ങളുടെ ചുരുളഴിയാൻ പോവാ. നീ വിചാരിക്കുന്നതൊന്നും നിന്റെ വീട്ടിൽ വരത്തില്ല. നീ കരയുന്ന ഒരു വിഷയം നിന്റെ വീട്ടിൽ സംഭവിക്കത്തില്ല. എഴുതിയിട്ടോ വാഗ്ദത്തങ്ങളുടെ ചുരുള്. ഗ്ലോറി. ആത്മാവ് എന്നോട് പറഞ്ഞു, നീ എന്തിനോ അടുത്താ നിൽക്കുന്നേ, നീ ഏതിനോ അടുത്താ നിൽക്കുന്നേ. തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യ. അടുത്താ നിൽക്കുന്നേ യേശുവിന്റെ നാമത്തില്. ഇന്ന് ഈ ആരാധന തീരുന്നതിന് മുമ്പ് നിന്റെ ലൈഫ് ഒരു വാഗ്ദത്തത്തെ ചെന്ന് മുട്ടും. യെസ്, തിരിച്ചറിഞ്ഞു ദൈവ. ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഞാൻ 3 ദൂത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. സെഖരിയാവിന്റെ അടുക്കൽ ദൂതം വന്നു. എന്നിട്ട് പറയുക, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. ആര് പറയുക? ദൂതം പറയുക. സെഖരിയാവ് ചോദിച്ച മറുപടി കേട്ടോണം. സെഖരിയാവ് ചോദിക്കുക, ഇത് എന്തോന്നിനാൽ സംഭവിക്കും? ഇവിടെ ഒരു ദൂത് പറയാനുണ്ട്. ആ ദൂത് ശ്രദ്ധിച്ചു കേൾക്കണം. സ്തോത്രം. സെഖരിയാവ് ഈ വിഷയത്തിന്റെ പ്രാർത്ഥന എന്നേ നിർത്തിയതാ. കാരണം മാനുഷികമായി ഈ വിഷയത്തിന് പരിഹാരം കിട്ടത്തില്ല. പക്ഷേ ഇവൻ മറന്ന വിഷയം ദൈവം മറന്നില്ല. ഒരാമയും വരുന്നില്ല. എനിക്ക് ദൈവം തരുന്നൊരു ബോധ്യം, ഈ ദിവസങ്ങളിൽ നോക്കിക്കോ, നിനയാത്ത നേരത്ത് നീ പ്രാർത്ഥിച്ച് തള്ളിയ വിഷയം എന്റെ ദൈവം തിരിച്ചെടുക്കാൻ പോവാ. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്.
എനിക്കെന്തോ ദൈവം ബോധ്യം തരിക, നിന്റെ അടുക്കൽ പിശാചല്ല, നിന്റെ അടുക്കൽ വാഗ്ദത്തമാ. നിന്റെ എതിര് മന്ത്രവാദിയല്ല, നിന്റെ അടുക്കൽ വാഗ്ദത്തമാ. എനിക്ക് തരുന്നൊരു ബോധ്യം, ഇന്ന് ഈ ദൂത് കേൾപ്പിക്കാനാ നിന്നെ പരിശുദ്ധാത്മാവ് ഇവിടെ കൊണ്ടുവന്നേ. ചിലരുടെ വ്യക്തമായി പറയാം, ചിലർ താമസം എന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ഇനിയും താമസം ഇല്ല. ചിരിച്ചോണ്ട് പറ, ഇനിയും ഒന്ന് വാ തുറന്നേ, താമസമില്ല. നീ കേട്ട ശബ്ദം, നീ കണ്ട സ്വപ്നം, നീ കണ്ട വെളിപ്പാട്, നിനക്ക് വചനത്തിൽ കിട്ടിയ ദൂത്, അത് നിറവേറാൻ, പ്രിയന്റെ വരവ് വെളിപ്പെടാൻ ഇനിയും കാലതാമസം. ഈ വചന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ജനത്തോട് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോവാ. ഒന്നാമത്തെ ദൂത്, ഇനിയും ചിലതിന് കാലതാമസമില്ല. ആമീൻ പറയോ, ആമീൻ പറയോ, ആമീൻ പറയോ. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, ഒത്തിരി വിദൂരത്തിലല്ലാതെ കണ്ണുകൊണ്ട് നോക്കിക്കാണാമെന്ന അത്ര അടുത്ത്, കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ദൈവം ഒരുക്കി വെച്ചത് നിന്റെ കൈ നീട്ടി തൊടാൻ സമയമായി. ഇനിയും കാലതാമസമില്ല. യെസ്, ആരോടോ ഹോ ആമേൻ, ആമേൻ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ജീസസ്, എനിക്ക് ദൈവാത്മാവ് ദൂത് കാണിച്ചു തരിക, ഇനിയും ചില വിഷയത്തിന് കാലതാമസമില്ല, കാലതാമസമില്ല. അല്പ ദിവസം കഴിയുമ്പോൾ നീ പറയും, ചിലത് മുടങ്ങിയത് നന്മയ്ക്ക, സമയങ്ങൾ നീണ്ടത് നന്മയ്ക്ക, പ്രതികൂലം വന്നത് നന്മയ്ക്ക, എതിരാളി എഴുന്നേറ്റത് നന്മയ്ക്ക, നിന്റെ വഴി അടഞ്ഞത് നന്മയ്ക്ക. കാരണം ഒരു വാഗ്ദത്തത്തിന് വേണ്ടി. ഓ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക, തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഇതുവരെ നടക്കാത്ത ചില വാഗ്ദത്ത നിവർത്തി നിന്റെ കൺമുമ്പിൽ ഈ ദിവസങ്ങളിൽ നടക്കും. എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊരു ചോദ്യവുമായിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നില്ല. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇന്ന് ക്യാൻസൽ ചെയ്യുക. ഒന്ന് ഇരുട്ടി വെളുത്താൽ നീ കാണുന്നത് വാഗ്ദത്തമാ. അടുത്ത 24 മണിക്കൂർ നീ, അടുത്ത 72 മണിക്കൂർ, അടുത്ത 100 hours എനിക്കെന്തോ ഹോളി സ്പിരിറ്റ് ബോധ്യം തരിക, നിന്റെ കണ്ണ് താമസമില്ലാതെ ചിലരുടെ ജീവിതത്തിന്റെ റൂട്ട് മാറുകയാ. ഇതുവരെ ഇല്ലാത്ത ബന്ധങ്ങൾ, ഇതുവരെ ഇല്ലാത്ത കണക്ഷനുകൾ, ഇതുവരെ ഇല്ലാത്ത പദ്ധതികൾ. എന്നോട് ദൈവം പറയാം, നിന്നോട് തൊട്ടു പറയുക, വാഗ്ദത്ത നിവർത്തിക്ക് കാലതാമസമില്ല. ഇതിനകത്തൊരു അഭിഷേകം വ്യാപരിക്കുക. നീ വർഷങ്ങൾ, ചിലരൊരു ജന്മം കൊതിച്ചിട്ട് നടക്കാത്തത് മറ നീക്കി തരുന്നത് പോലെ. ഞാനൊരു വെളിപ്പാട് പറയാം. ചിലർ സ്വപ്നലോകത്താകാൻ പോവാ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. പത്രോസിനെ അറുക്കേണ്ട വാള് തേച്ച് മിനുക്കുന്ന ശബ്ദം കാതിൽ കേൾക്കാം. പത്രോസ് കിടക്കുന്നിടത്ത് ചോരയുടെ മണം മൂക്കിൽ ആസ്വദിക്കാം. പക്ഷെ അന്ന് രാത്രി പത്രോസ് ഒരു സ്വപ്നലോകത്തെത്തി.
ഗ്ലോറി. എന്താ സ്വപ്നലോകം? തൻ്റെ മേലിട്ട വിധി അഴിക്കാൻ ദൈവം ഇറങ്ങുന്നു. ഒരാമയും വരുന്നില്ല. എനിക്കെന്തോ ദൈവാത്മാവ് ദൂത് പറയാം, നിനക്ക് പോലും നിന്റെ കണ്ണിനെ വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ചില വാഗ്ദത്ത നിവർത്തി. നല്ലൊരാമയും പറ. അവിടെ ആ വെള്ള ഷർട്ടിട്ട ആ ബ്രദർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഒരു സിഗ്നൽ ഉള്ള ഒരു ട്രാഫിക് ഐലൻഡിൽ നിങ്ങൾ ചെന്ന് നിൽക്കുന്നത് കാണുക. അല്പം മുമ്പേ വരെ നോക്കുമ്പോൾ അണയാത്ത റെഡ് സിഗ്നലും ഓറഞ്ച് സിഗ്നലുമാ നീ നിൽക്കുന്ന ട്രാഫിക് ഐലൻഡിൽ. എന്നാ ഹോളി സ്പിരിറ്റ് പറയുക, സാധാരണ ഒരിടത്തും കാണാത്ത കാഴ്ച ഞാൻ കാണുന്നു. 3 ലൈറ്റുകളും ഒരുപോലെ ഗ്രീൻ ആവുക. ഹല്ലേലൂയ. എന്തോ ഒരു കാര്യത്തിന് നീ വെയിറ്റ് ചെയ്തിരിക്കുക. ജീസസ് ആണോ? ആണോ? അതെ, ജീസസ്. അത് ശുശ്രൂഷാപരമായ കാര്യമാണോ? യെസ്. എന്നോട് ഹോളി സ്പിരിറ്റ് പറയുന്നു, എന്റെ ദാസനെ, നിനക്കൊരു ഗ്രീൻ സിഗ്നൽ. ആമേൻ. ചിലര് നിന്റെ മിനിസ്ട്രിയെ മുടക്കുവാൻ രംഗത്ത് വന്നു. ഗ്ലോറി ടു ഗോഡ്. എന്നാൽ ഹോളി സ്പിരിറ്റ് പറയുക, അത് നന്മയ്ക്കാം. ഞാൻ പറയുന്ന കറക്റ്റാണ് ദൈവദാസനെ? അതെ, ജീസസ്. യെസ്. ചില ഓർഡറുമായി ബന്ധപ്പെട്ട് ചില സ്റ്റെപ്പ് എടുക്കേണ്ടതായിരുന്നു, പക്ഷെ ചിലർ അത് തടഞ്ഞു. അതെ. നിനക്കൊരു ശുശ്രൂഷയുടെ, ഒരു സഭാ ശുശ്രൂഷയുടെ ഒരു ഓപ്പണിങ് ലാസ്റ്റ് ഡെസ്കിൽ വരെ വന്നു. അവിടെ ചിലർ നിനക്ക് വിരോധമായി പോരാടി. അതുകൊണ്ട് ആ ഫയൽ മാറ്റി. ശരിയാണോ? എന്ന ഹോളി സ്പിരിറ്റ് പറയുന്നു, ശുശ്രൂഷയുടെ ഗ്രീൻ സിഗ്നൽ ഇന്ന് ഈ സഭായോഗത്തിൽ ഞാൻ കാണുന്ന വെളിപ്പാടാ കൈമാറുന്നേ. ഞാൻ കാണുന്ന യെസ്, ഇതിനകത്ത് ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുക. എന്നെ ഹോളി സ്പിരിറ്റ് കാണിക്കുന്നു, ഇനിയും താമസമില്ല. നിന്നെ ഇത്രയും നാൾ തടഞ്ഞ കൈകൾ ലജ്ജിക്കും. നിന്റെ നന്മയ്ക്കെതിരെ പോരാടിയ ശക്തികൾ ലജ്ജിക്കും. വാഗ്ദത്തങ്ങളുടെ ചുരുള. എനിക്ക് ദൈവം തന്നൊരു ദൂത. ഇന്നത്തെ സഭായോഗത്തിൽ മാനസാന്തരപ്പെട്ടവർക്ക് വാഗ്ദത്തത്തിന്റെ ചുരുളഴിയും. വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, ഞാൻ ഇപ്പോൾ പറഞ്ഞ ദൂത എല്ലാവർക്കും ഇല്ല, മാനസാന്തരപ്പെട്ടവർക്ക് മാത്രം. നിങ്ങൾ എന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നുവരെ ഇങ്ങനെ പ്രസംഗിച്ചിട്ടില്ല. പക്ഷെ എന്റെ ഉള്ളിൽ വലിയ പ്രേരണ ദൈവം തരുന്നു. മാനസാന്തരപ്പെട്ട ചിലരോട് ദൈവം സംസാരിക്കാൻ ഇനിയും താമസമില്ല. സാഹചര്യങ്ങൾ മാറുന്നത് നീ കാണും, അവസ്ഥ മാറുന്നത് നീ കാണും. നീ എഴുതി തള്ളിയ വിഷയം ദൈവം എടുത്തോണ്ട് വരിക. Glory to God. Ha rabala hattiri bigudamana. Ramba hattiri bigudamana rabana. നീ എഴുതി തള്ളിയ വിഷയം ദൈവം എടുത്തോണ്ട് വരിക. കാരണം അവിടെ ഒരു നന്മ മറഞ്ഞിരിപ്പുണ്ട്, ഒരു സമൃദ്ധി മറഞ്ഞിരിപ്പുണ്ട്, ഒരു അഭിഷേകം മറഞ്ഞിരിപ്പുണ്ട്, ഒരു വിടുതല്. സമയക്കുറവുണ്ട്, പെട്ടെന്ന് പോവാം. മനസ്സുകൊണ്ട് പറഞ്ഞ ഇനി കാലതാമസമില്ല. ഇത് വരവിനെ കുറിച്ചാണ് പറയുന്നേ. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗ്ലോറി ടു ഗോഡ്. മോളൊന്ന് കൈപൊക്കി പിടിക്കോ.
ഞാൻ കാണുന്നൊരു കാഴ്ച, സാധാരണ വഴിയെ കൂടെ ഒരു മനുഷ്യൻ നടന്നു വരിക. എന്നാൽ ചിലർക്ക് നടന്നു പോകാൻ റെഡ് കാർപ്പറ്റ് ഇട്ട് കൊടുക്കും. അതെല്ലാവർക്കും അല്ല, സെലക്റ്റീവായ ചിലർക്ക്. എന്നെ ഹോളി സ്പിരിറ്റ് കാണിക്കുക, മേളിൽ നിന്നൊരു സെലക്ഷൻ നിന്റെ മേൽ വീണിട്ടുണ്ട്. ഇന്നലെ വരെ സാധാരണ വഴിയെ നടന്ന നിന്നെ ഇതുവരെ പോകാത്തൊരു റെഡ് കാർപ്പറ്റ്, നാളെ നീ റെഡ് കാർപ്പറ്റ് പോകുന്നല്ലോ പ്രവചനം. ഇതുവരെ നീ കാല് കുത്താത്ത സ്ഥലം, കാല് കുത്താത്ത വഴി, ആ വഴികളിലൂടെ മൂവ് ചെയ്യാൻ ഇരുന്നാട്ട് എനിക്കെന്തോ ദൈവാത്മാവ് ബോധ്യം തരുന്നത് പറയാം. ആത്മാവ് എന്നോട് പറയുന്നു, നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന വിഷയം ഇന്ന് കർത്താവിൻ്റെ കൈ കൊടുക്ക. എത്ര പേര് പറയും കർത്താവിൻ്റെ കയ്യിൽ കൊടുക്ക? അടുത്ത ചില ദിവസത്തിനകത്ത് നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ആ വാഗ്ദത്തങ്ങളുടെ ചുരുളഴിയും. ഹല്ലേലൂയ. സമയമൊക്കെ പോയാലും 2 വാക്യം വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. അതേ ഇന്ന് വായിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി എടുത്തേ 7-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. 7-ാം അധ്യായം. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം ഇസ്രായേലിൽ വർദ്ധിച്ചു പെരുകി. വാഗ്ദത്തകാലം അടുത്തപ്പോൾ അടുത്തു. എല്ലാവരും കൂടെ പറഞ്ഞേ. ഒന്ന്, വാഗ്ദത്തത്തിന് ഈ കാലതാമസം ഇല്ല. രണ്ടാമത്തെ ദൂത്, വാഗ്ദത്തകാലം അടുത്തു, അതിന്റെ ലക്ഷണങ്ങൾ നീ കാണാൻ പോവാ. മനസ്സിലായ ഒരു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്താണ് വാഗ്ദത്തകാലം? അടുത്തു. ഗ്ലോറി. നിന്റെ ലൈഫ് 0 ആകാൻ പോകുവല്ല, ഏതോ വാഗ്ദത്ത വിഷയവുമായിട്ട് നിന്നെ കൊണ്ട് കണക്ട് ചെയ്യിക്കാൻ പോവാ. മനസ്സിലാക്കി തരാനായിട്ട് സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടെ ഇങ്ങനെ ഫാൻ കറങ്ങുക. കണ്ടോ, 2 ഫാൻ ഫ്രണ്ട് കറങ്ങുന്നു. എല്ലാരും കാണാൻ വേണ്ടിയാ. ഈ കമ്പനി ഫാൻ ഉണ്ടാക്കി എന്തോയിനാ പറ? കറങ്ങാനാ അല്ലേ? ആണോ? ഈ ഫാൻ കറങ്ങാനാ കമ്പനി ഉണ്ടാക്കിയത്? കറങ്ങാനാണേലും ഒരു ഇലക്ട്രിക്കിന്റെ പവർ വന്നാലേ ഈ ഫാൻ പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഫാൻ വാങ്ങിച്ച് വീട്ടിൽ വെച്ചാച്ച് ഫാൻ ഏതാ? ഉഷയാ? ഫാൻ ഏതാ? വീഗാർഡാ? ഫാൻ ഏതാ? 2 കമ്പനിയുടെ പേര് പറ. പ്രോംപ്റ്റൺ. പിന്നെ പറ. കുളിർമ. അങ്ങനെയുണ്ടോ? എന്നെ നോക്കിയേ, നിങ്ങൾ എന്നെ നോക്ക. സ്തോത്രം. ഈ ഫാൻ വീട്ടിൽ വെച്ചോണ്ട് അച്ഛാ ഏതാ ഫാൻ? കുളിർമ. എന്നെ ശ്രദ്ധിക്കണം. പിന്നെ വീശുന്നേ, എന്നെ ശ്രദ്ധിക്കണം. കണക്ഷൻ ഇല്ല. കമ്പനി പുറത്തിറക്കിയത് ഇതിന്റെ കാറ്റ് കൊണ്ട് നീ ഈസി ചെയർ ഇങ്ങനെ കിടക്കാനാ. നീ ഇതേ കിടന്നുകൊണ്ട് ഈ ഫാൻ എടുക്ക വെച്ചിട്ട് എന്നാ കാര്യം? വർക്ക് ചെയ്യുന്ന കണക്ഷൻ. ഇന്ന് ഹോളി സ്പിരിറ്റ് പറയുക, നിന്നെ എന്തുദ്ദേശത്തോടെ ദൈവം വിളിച്ചോ ആ വാഗ്ദത്തം നിന്നിൽ വർക്ക് ചെയ്യാൻ ഇന്ന് നിനക്കൊരു ദൈവശക്തിയുടെ കണക്ഷൻ. ഹല്ലേലൂയ. മനസ്സിലായി തുടങ്ങുന്നവരെ സ്തോത്രം ചെയ്യാവൂ. നിനക്ക് പ്രയോജനം വരാൻ, നിനക്ക് അത്ഭുതം നടക്കാൻ
നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. സ്തോത്രം, സ്തോത്രം. ഇനിയും വാഗ്ദത്തത്തിന് കാലതാമസമില്ല. ഇല്ല, ഇല്ല. നമ്മുടെ ഈ സഭയുടെ അവസ്ഥയൊക്കെ അങ്ങ് മാറും. താമസമില്ല. നിന്റെ വീടിൻ്റെ അവസ്ഥ മാറും. താമസമില്ല. നിന്റെ കുഞ്ഞിൻ്റെ അവസ്ഥ മാറും. ഞാൻ പ്രവചിക്കുക, താമസമില്ല. നിന്റെ സന്തതിയുടെ അവസ്ഥ മാറും. അന്യനല്ല, സ്വന്തം കണ്ണാൽ നീ അത് കാണും. ആത്മാവ് എന്നോട് പറയുക, ഇനിയും വാഗ്ദത്തത്തിന് അബ്രഹാമിനോട് പറയാ, വാഗ്ദത്ത കാലം അടുത്തു. എനിക്കെന്തോ കർത്താവ് ബോധ്യം തരിക. ഈ ചില സമയത്തൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, കർത്താവിനെ വിളിക്കിറങ്ങിയിട്ടും എന്തുവാ കർത്താവ് ഇങ്ങനെ ഈ തടസ്സം? ഒരു പ്രവാചകൻ പറയും മന്ത്രവാദി ബന്ധിച്ചേക്കുക, ഒരു പ്രവാചകൻ പറഞ്ഞ അയലൊക്കത്തെ ചിഹ്നമ ബന്ധിച്ചതാ, വേറെ ആൾ പ്രവചിച്ചു പറയുക സാത്താൻ നേരിട്ട് നിന്നെ കെട്ടിവെച്ചേക്കുക. എൻ്റെ കർത്താവിനെ വിളിക്കാൻ ഇറങ്ങിയേ, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണേ, ഇന്ന് നമുക്കിച്ചിരി വേഗത കൂടുതലാണ്. നമുക്കിച്ചിരി അടുത്തിരിക്കുന്ന ആളത്തോട്ട് ഇച്ചിരി വേഗതയൊക്കെ കുറയ്ക്കാൻ പറ. ഭയങ്കര വേഗതയാണ്. റോബർട്ട് മാനെ പോലെ നമ്മൾ വന്ന് 2 കൈ അടിച്ചോണം, അന്ന് പോയിട്ട് വീട്ടിൽ ചെക്ക് വന്നോണം. നടക്കുകയില്ല. നീ ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക് വരണം. കരയുന്ന യാക്കോബിന് പോലും മോന്റെ ഫ്യൂച്ചർ കാണാൻ കഴിഞ്ഞില്ല. നിലവിളിക്കുന്ന യോസഫിന് പോലും അവന്റെ ഫ്യൂച്ചർ കാണാൻ കഴിയുന്നില്ല. പക്ഷെ ദൈവം അടങ്ങിയിരിക്കുവല്ല. നിങ്ങൾ ചിന്തിക്കാത്ത റൂട്ട് മാപ്പിലൂടെ ആ കുലത്തിൽ ആർക്കുമില്ലാത്ത ഒരു വാഗ്ദത്തത്തിലേക്ക് അവനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം പറഞ്ഞു ഞാൻ നിർത്താം. ഒരു പിശാചുമല്ല നിന്നോട് പോരാടുന്നത്. നീ ചിന്തിക്കാത്ത റൂട്ടിലൂടെ ദൈവം നിന്നെ കൊണ്ടുപോവാ. ആരാധിച്ചാൽ എല്ലാ പിശാചും മുട്ടുകുത്തും, എല്ലാ മന്ത്രവാദവും അഴിയും. അതിനൊരു സ്പെഷ്യൽ ആരാധന വേണ്ട. സഭായോഗത്തിൽ നീ ആരാധിക്കുമ്പോൾ തന്നെ ബന്ധനം അഴിയും. നിന്റെ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് പ്ലാനുണ്ട്. ഇന്ന് ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പം പക്ഷെ എനിക്ക് ബ്ലോക്ക് തന്നതിനായി സ്തോത്രം. മൊത്തം തടസ്സമാണ്. എല്ലാ തടസ്സത്തിനായി സ്തോത്രം. പറയാൻ പറ്റുമോ? ദൈവമറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും കൊഴിഞ്ഞു പോകത്തില്ല. ഒരാമയും വരുന്നില്ല. അതിനർത്ഥം മുടി പൊഴിയത്തില്ലെന്നല്ല. നമ്മുടെ തലയിൽ നിന്ന് എത്ര മുടി പൊഴിഞ്ഞെന്ന് നിങ്ങൾക്ക് പറയാമോ? കഴിഞ്ഞ ആഴ്ച എത്ര മുടി പൊഴിഞ്ഞെന്ന് കനസിന് പറയാമോ? പണ്ട് ഗാന്ധിജിയെ പറ്റിയൊരു കഥയുണ്ട്. ഒരു സ്ഥലത്ത് മുടി വെട്ടാൻ ചെന്നപ്പം ആൾക്കാർ ചോദിച്ചെന്നാ പറയുന്നത്, എണ്ണാനാണോ വെട്ടാനാണോ? കഥയാ. നിങ്ങൾ ചോദിക്കുക, അതൊക്കെ ഞങ്ങളും ആ കൂട്ടത്തിലല്ലയോ? അല്ല, ഞങ്ങൾക്കൊക്കെ കിളിച്ചു വരുന്നുണ്ട്. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയൊരു കാര്യത്തിലോട്ട് വരട്ടെ. മുടി പൊഴിയത്തെന്ന് പറഞ്ഞതിന് അർത്ഥം നീ ചെയ്യുമ്പോൾ മുടി താഴെ വീഴത്തെന്നല്ല. നിന്റെ കൊച്ചു കാര്യം പോലും ഞാൻ അറിയാതെ സംഭവിക്കുകയില്ല. ഉറപ്പാ. കർത്താവേ, കടലളകുന്നു, ഇളയിക്കോട്ടെ. കപ്പലളകുന്നു, ഇളയിക്കോട്ടെ. സൂര്യൻ ഉദിച്ചില്ല, ഉദിക്കണ്ട. ചന്ദ്രൻ ഉദിച്ചില്ല, ഉദിക്കണ്ട. പക്ഷെ ഒരു മുടി പോലും ഉറപ്പാ. ഒറ്റ ദൂത് പറഞ്ഞ് നിർത്താം. വാഗ്ദത്തങ്ങളുടെ ചുരുള് അഴിയാൻ പോവാ. കൈ ഉയർത്തിപ്പിടിച്ചുള്ളത് പറഞ്ഞ്, എന്റെ വാഗ്ദത്തങ്ങളുടെ ചുരുൾ അഴിയാൻ പോവാ. നീ തല കുനിക്കാൻ പോവല്ല, വാഗ്ദത്തങ്ങളുടെ ചുരുള് അഴിയാൻ പോവാ.
നീ കര കയറത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവം കര കയറ്റി കാണിക്കും. എന്നോട് ആത്മാവ് പറയുക, ചിലർക്കൊക്കെ സ്വന്തമായി പലതും ഉണ്ടാകാൻ പോവാ. പലരുടെ ലൈഫിൽ സ്വന്തമായി പലതും ഉണ്ടാകാൻ പോവാ. എത്ര പേർക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. എഴുതിയിട്ടോ, നീ വർഷങ്ങൾ കൊണ്ട് കേട്ട വാഗ്ദത്തം നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിൽ എൻ്റെ ദൈവം തരാൻ പോവാ. 2 ദൂത് പറഞ്ഞ് ഞാൻ നിർത്തുക. പ്രിയന്റെ വരവിന് കാലതാമസമില്ല. നീ കേട്ട വാഗ്ദത്തം ഇനിയും താമസിക്കത്തില്ല. ഒറ്റ വ്യവസ്ഥ, മാനസാന്തരപ്പെടണം. ആരും നശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നശിപ്പിക്കുന്ന സ്പിരിറ്റ് എവിടെ ഉണ്ടെങ്കിലും നീ അതിനെ അതിജീവിക്കണം. ഇപ്പം വന്ന കടബാധ്യത അത് നിനക്ക് വിടുതല്ല. ഇപ്പം വന്ന തടസ്സം അത് നിനക്ക് വിടുതല്ല. ഇപ്പം നിന്റെ വഴി അടഞ്ഞത് വലിയ നന്മയ്ക്കാ. എനിക്കെന്തോ ദൈവാത്മ ബോധ്യം തരിക, ആ വാഗ്ദത്തങ്ങൾ ഉടനെ നിറവേറും. വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി ഒരു സ്തോത്രം ചെയ്യ. ഒറ്റ കാര്യം കൈ കൊടുത്ത് പറ, ചൊവ്വ മാനസാന്തരപ്പെടണം. ഒരു ചോദ്യം, ഈ ആഴ്ച മുഴുവൻ നമുക്ക് ഈ ദൂത് തന്നല്ലോ. ഈ ആഴ്ച മുഴുവൻ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. റെഡിയാണോ? നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാവരുടെയും മാനസാന്തരത്തിന് വേണ്ടി എത്ര പേര് പ്രാർത്ഥിക്കും? 2 കൈയും പൊക്കി പിടിച്ച് എങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, ലൈവിൽ കാണുന്നവർ മുഴുവൻ പേരും, നമ്മുടെ ചുറ്റുപാട് കൂടെ പഠിച്ചവർ, പച്ചക്കറി വാങ്ങിക്കുന്നവർ, ഫിഷ് വാങ്ങിക്കാൻ ചെല്ലുന്നവർ, മട്ടൻ വാങ്ങിക്കുന്നിടത്ത്, ബീഫ് വാങ്ങിക്കുന്നിടത്ത്, അയൺ ചെയ്യാൻ പോകുന്നിടത്ത്, പച്ചക്കറി വാങ്ങിക്കുന്നിടത്ത്, നമ്മൾ ഷോപ്പിംഗ് മാളിൽ കയറിയാൽ, സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ കൈ കൊടുക്കുന്നവർ, നമ്മളുമായി മിണ്ടുന്നവർ, ഫോണിൽ സംസാരിക്കുന്നവർ, മുഴുവൻ പേരുടെ മാനസാന്തരത്തിന് പ്രാർത്ഥിക്കാൻ പോവുക. എഴുതിയിട്ട് പ്രാർത്ഥിക്കണം. പാപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സൂസമ്മയ്ക്ക് വേണ്ടി, അവിടെ രമയ്ക്കും ഉമ്മയ്ക്കും സുമയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, രേവതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മീനാക്ഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എഴുതിയിട്ട് പ്രാർത്ഥിക്കണം. റെഡിയാണോ? ഇതുപോലെ പേപ്പർ നിന്റെ ലിസ്റ്റിൽ വേണം. കൈ ഒന്ന് ഉയർത്തി പിടിച്ച് പറ, നന്നായിട്ട് ഉയർത്തി പിടിച്ച്, എല്ലാ കൈയും ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് പറ, മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. പ്രിയന്റെ വരവ് അടുത്തിരിക്കുകയാണ്. മറ്റുള്ളവരുടെ മാനസാന്തരത്തിന്